നമസ്കാരം. മാധവമനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അടുത്ത 7 ദിവസങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള അനുകൂല സാഹചര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ജ്യോതിഷം ഭാവി കൃത്യമായി പ്രവചിക്കുന്ന ഒരു സംവിധാനമല്ല. ഇത് ഗ്രഹനിലകളും പരമ്പരാഗത ജ്യോതിഷ വ്യാഖ്യാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ വിലയിരുത്തലുകളാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരേപോലെ സംഭവിക്കണമെന്നില്ല. എന്നാൽ ചിലർക്ക് ഈ കാലയളവിൽ കൂടുതൽ ആത്മവിശ്വാസം, പുതിയ അവസരങ്ങൾ, കുടുംബ സൗഹാർദ്ദം, സാമ്പത്തിക കാര്യങ്ങളിലെ പുരോഗതി അല്ലെങ്കിൽ മനസ്സിന് ആശ്വാസം നൽകുന്ന അനുഭവങ്ങൾ ലഭിച്ചേക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അശ്വതി, രോഹിണി, മകയിരം, പൂരം, അത്തം, അനിഴം, രേവതി എന്നീ നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് അടുത്ത 7 ദിവസങ്ങൾ പുതിയ തുടക്കങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സമയമായിരിക്കും. കുറേ നാളുകളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ അനുയോജ്യമായ സാഹചര്യം ലഭിച്ചേക്കാം. തൊഴിൽ മേഖലയിലുള്ളവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ധനകാര്യ കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉറപ്പിച്ച് പറയാനാകില്ലെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് തന്നെ ഒരു നേട്ടമായി മാറാം. കുടുംബത്തിലുണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയാനുള്ള സാധ്യതയുണ്ട്. സംസാരത്തിലൂടെയും പരസ്പര ധാരണയിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാം. ഈ ആഴ്ച അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനമായ ഉപദേശമെന്ന് പറയുന്നത് തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ ഒഴിവാക്കി ആലോചിച്ച് മുന്നോട്ട് പോകുക എന്നതാണ്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മാനസികമായ സന്തോഷം നൽകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരങ്ങൾ ലഭിച്ചേക്കാം. ചിലർക്ക് ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായം ലഭിക്കാം. ജോലി ചെയ്യുന്നവർക്ക് സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ വിജയങ്ങൾ പോലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ധനകാര്യ മേഖലകളിൽ സൂക്ഷ്മത പാലിക്കുന്നത് ഗുണകരമാകും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വിശ്രമത്തിനും ഉറക്കത്തിനും പ്രാധാന്യം നൽകുക തന്നെ വേണം. അടുത്ത നക്ഷത്രം മകയിരമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് അടുത്ത ദിവസങ്ങളിൽ പുതിയ പ്രതീക്ഷകൾ നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ജോലിയിൽ പുതിയ അവസരങ്ങൾ പ്രത്യക്ഷപ്പെടാം. ചിലർക്ക് അഭിമുഖങ്ങൾ, പുതിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ലഭിക്കാം. മുമ്പ് ബുദ്ധിമുട്ടായി തോന്നിയ വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സന്തോഷകരമായ വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാം. കുടുംബാംഗങ്ങളുമായി ബന്ധം കൂടുതൽ ദൃഢമാകാം. സാമ്പത്തികമായി വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ലെങ്കിലും ചെറിയ പുരോഗതികൾ ഉണ്ടാകാം. തൊഴിൽ മേഖലയിലുള്ളവർക്ക് പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ അവസരം ലഭിക്കും. ഈ സമയത്ത് പോസിറ്റീവ് ചിന്ത നിലനിർത്തുന്നത് ഗുണകരമാകും. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹം അനുഭവപ്പെടുന്ന ആഴ്ചയായിരിക്കും. മുമ്പാരംഭിച്ച ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും.
ജോലിസ്ഥലത്ത് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയും. ആരോഗ്യപരമായി പതിവ് ജീവിതശൈലി തുടരുന്നത് നല്ലത് തന്നെയാണ്. കുടുംബാംഗങ്ങളുമായി തുറന്ന മനസ്സോടെ സംസാരിക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കും. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. പുതിയ ആളുകളെ പരിചയപ്പെടാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കും. ചിലർക്ക് യാത്രയ്ക്കുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവമായ സമീപനം സ്വീകരിക്കുക. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നും. പ്രാർത്ഥനയും ധ്യാനവും മനസ്സിന് സമാധാനം നൽകും. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് അടുത്ത 7 ദിവസങ്ങൾ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന സമയമായിരിക്കും. മനസ്സിൽ ഉണ്ടായിരുന്ന ചില ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. തൊഴിൽ മേഖലയിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. ചിലർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുകയും ഭാവിയെക്കുറിച്ച് പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നത് ഗുണകരമാകും. വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ജ്യോതിഷപരമായ പൊതുവായ വിലയിരുത്തലുകൾ മാത്രമാണ്. ജീവിതത്തിലെ യഥാർത്ഥ ഫലങ്ങൾ ഓരോ വ്യക്തിയുടെയും പരിശ്രമം, സാഹചര്യങ്ങൾ, തീരുമാനങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. അവസരങ്ങൾ വരുമ്പോൾ അവ തിരിച്ചറിയാനും ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുക. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കൂ. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യൂ. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ദിവസങ്ങൾ ആശംസിക്കുന്നു. നന്ദി.